നമസ്കാരം. നമ്മൾ റീറ്റെയിൽ ഡാഡി ഗൊറില്ല ടെക്നോളജിക്കകത്ത് ഒരുപാട് അപ്ഡേഷൻസ് വരുത്തിയിട്ടുണ്ട്. എന്താണ് ഗൊറില്ല ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരു തുണിക്കട ആയിരിക്കട്ടെ, അതിന് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ സ്റ്റോക്ക് 1 by 1 എടുത്ത് നമുക്ക് സോഫ്റ്റ്വെയറിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതൊരു വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ എല്ലാവർക്കും കൊണ്ട് സാധിച്ചെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് അവരുടെ GSTയും അവരുടെ ക്വാണ്ടിറ്റിയും ഡിസ്കൗണ്ടും എല്ലാം മാനേജ് ചെയ്ത് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഗൊറില്ല ടെക്നോളജി. ഗൊറില്ല ടെക്നോളജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഷർട്ട്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഷർട്ടുകളുണ്ടെന്ന് വെച്ചാൽ പല ടൈപ്പ് ഓഫ് ഷർട്ടുകൾ പല പ്രൈസുകളിൽ പല കളറുകൾ എല്ലാം ഉണ്ടെന്ന് വെച്ചു. നമ്മൾ ഒരെണ്ണം ആഡ് ചെയ്താൽ മതി. നമുക്ക് ആയിരക്കണക്കിന് ഷർട്ടുകൾ വിൽക്കാം. ഇപ്പോൾ സാരി ആണെങ്കിൽ ഒരു സാരി ആഡ് ചെയ്താൽ മതി. ആയിരക്കണക്കിന് സാരികൾ ആയിരക്കണക്കിന് പ്രൈസിലും അതിലെല്ലാത്തിനും ബാർകോഡും പ്രിന്റ് ചെയ്യാം. അത്രയ്ക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ടെക്നോളജിയാണ് ഗൊറില്ല ടെക്നോളജി. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. നമ്മളൊരു ഗൊറില്ല ടെക്നോളജി പോകുന്നു. ഞാനിവിടെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. സാരി, ഒരു ഷോർട്ട് കോഡ് ഇട്ട് നമുക്ക് ആഡ് ചെയ്യാം. എൻ്റർ അടിച്ചു, SARE സാരി. ഓക്കെ, എൻ്റർ അടിച്ചു. നമുക്കിപ്പോൾ ഇത് ക്ലോസ് ചെയ്തു. നമുക്കിപ്പോൾ ക്ലോസ് ചെയ്തതിന് ശേഷം ഇത് സെയിൽ ചെയ്യണം. നമ്മളിപ്പോൾ സെയിൽ പാനലിൽ പോവുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഞാനിപ്പോൾ സെയിൽ ചെയ്യാൻ പോകും. ഇവിടെ നമ്മൾ പല പല പ്രൈസിൽ നമുക്ക് സാരി സെയിൽ ചെയ്യാം. SA 600 രൂപയ്ക്കും, SA 800 രൂപ, SA 1200 രൂപ, SA 750 രൂപ. ഞാനത് ഒന്ന് പ്രിൻ്റ് കാണിച്ചു തരാം, എങ്ങനെ പ്രിൻ്റ് വരുന്നെന്ന്. കണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കണ്ടേ. നമ്മളിപ്പോൾ 600 രൂപയ്ക്ക് ഇട്ടു, 800 രൂപയ്ക്ക് ഇട്ടു, 1200 രൂപയ്ക്ക് ഇട്ടു, 750 രൂപയ്ക്ക് ഇട്ടു. ഇതിൻ്റെ ടോട്ടൽ ഒന്ന് ബില്ലും വന്നു. എത്ര സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇനി അത് മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സുകൾ ആഡ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാരി ഉണ്ട്, ടീഷർട്ട് ഉണ്ട്. നമുക്കൊരു ഷർട്ട് ആഡ് ചെയ്യാം, SHIRT ഫോർ മെൻ. പിന്നെ നമുക്ക് ആഡ് ചെയ്യാം, പിന്നെ നമുക്ക് ചുരിദാർ, CH ചുരിദാർ. ഓക്കെ, എൻ്റർ ചെയ്യുന്നു. ഇനി നമുക്കിതെല്ലാം ഒന്ന് സെയിൽ ചെയ്ത് നോക്കാം. ചുരിദാറുണ്ട്, ഷർട്ടുണ്ട്, സാരി ഉണ്ട്, ടീഷർട്ടുണ്ട്. ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ നമുക്ക് അതിൽ ആഡ് ചെയ്യാം. നമുക്ക് സെയിൽസ് പാനലിൽ പോവുക. നമ്മളിതിനൊന്ന് ലോക്ക് ചെയ്യുന്നു. CH ഒരു 700 രൂപയുടെ ചുരിദാർ എൻ്റർ ചെയ്യുന്നു. SH ഒരു 1300 രൂപയുടെ ഷർട്ട്. പിന്നെ ഒരു ഷർട്ട് SH ഒരു 499 രൂപയുടെ. പിന്നെ വേറൊരു സാരി ഒരു 860 രൂപ എക്സാമ്പിൾ. പിന്നെ ചുരിദാർ നമ്മൾ ആഡ് ചെയ്തല്ലോ അല്ലേ, ചുരിദാർ. പിന്നെ ടീഷർട്ട് നമുക്കൊരു 488 രൂപയുടെ. ഇനി നമുക്കിതൊന്ന് ബില്ല് പ്രിൻ്റ് നോക്കിക്കളയാം. നമുക്ക് കണ്ടില്ലേ എത്ര ബ്യൂട്ടിഫുള്ളാന്ന് നോക്കി. നമുക്ക് ചുരിദാർ അടിച്ചു. നമ്മൾ ഇഷ്ടമുള്ള പ്രൈസിന് നമുക്ക് സെയിൽ ചെയ്യാം. ടീഷർട്ട്, സാരി, ടീഷർട്ട്. കണ്ടില്ലേ, ടീഷർട്ട് അല്ലേ, ഇത് രണ്ടും ഷർട്ടാണ് കേട്ടോ. നമ്മളിഷ്ടമുള്ള പ്രൈസിൽ നമുക്കിത് അടിച്ച് സെയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻവോയ്സ് സ്പോട്ടിൽ തന്നെ എടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഡിസ്കൗണ്ടുകൾ അടിക്കണം. ഫോർ എക്സാമ്പിൾ ഡിസ്കൗണ്ട് അടിക്കണം, ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യണം, അതൊക്കെ ഒന്ന് പഠിക്കാം. ഫോർ എക്സാമ്പിൾ ഷർട്ട്, നമ്മളിപ്പോൾ SH ഷർട്ട് ഒരു 600 രൂപയ്ക്ക് എടുത്തു, എൻ്റർ അടിച്ചു. ഇതിൻ്റെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ Shift Q എന്ന് അടിച്ചാൽ മതി. നമുക്കൊരു 5 പീസ് ആക്കണം, 5 പീസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ 5 പീസ് ക്വാണ്ടിറ്റി ചേഞ്ച് ആയി കഴിഞ്ഞു. ഇനി അടുത്തൊരു ചുരിദാർ ഒരു 1000 രൂപയാണെന്നിരിക്കട്ടെ, എൻ്റർ അടിച്ചു. നമുക്ക് ഇതിൻ്റെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് മാറ്റണം. Shift D അടിച്ചു കഴിഞ്ഞാൽ ഒരു 10% അടിച്ചു കഴിഞ്ഞാൽ അതായി. കണ്ടില്ല, ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് 10% ഡിസ്കൗണ്ട് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ TS ഒരു 2000 രൂപയുടെ ഒരു ടീഷർട്ട് ആണെന്നിരിക്കട്ടെ, എൻ്റർ അടിച്ചു. നമുക്കൊരു എമൗണ്ട് ഡിസ്കൗണ്ട് അടിക്കും, ഒരു 100 രൂപ. അതിന് നമ്മൾ Shift A എന്ന് അടിച്ചു കഴിഞ്ഞാൽ 100 രൂപ എന്ന് അടിച്ചാൽ മതി. കണ്ടില്ലേ. ഇനിയിപ്പോൾ ഞാനൊരു ബില്ലൊന്ന് അടിച്ച് കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കണ്ടോളാം. നമ്മൾ സൂം ചെയ്യാം. നമ്മൾ ആദ്യം എന്താ ചെയ്ത് 5 പീസാക്കി, പിന്നെ 10% ഡിസ്കൗണ്ട് ഇട്ടു, പിന്നെ 100 രൂപ ഡിസ്കൗണ്ട് ഇട്ടു. എന്തെല്ലാം അല്ലേ. അതിനുശേഷം നമ്മൾ അതിൻ്റെ ടോട്ടൽ ബില്ലും വന്നു. ഇനി വരുന്ന ബില്ലിനെല്ലാം GST റിപ്പോർട്ടും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. നമ്മൾ ടാക്സ് റിപ്പോർട്ട്സിനകത്ത് പോകുമ്പോൾ ടാക്സ് റിപ്പോർട്ട് നമ്മൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ എല്ലാ GST റിപ്പോർട്ടും ഇവിടെ കിട്ടും. നമുക്ക് GST റിപ്പോർട്ട് സെയിൽസ് ഐറ്റം വൈസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ നേരെ താഴത്തേക്ക് വന്നു. നമ്മൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റുകളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ടീഷർട്ട്, ചുരിദാർ എല്ലാം. കുറച്ചൊന്ന് റൈറ്റിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് GST ബൈഫർക്കേഷൻ കംപ്ലീറ്റ് ഇവിടെ കിട്ടും. കണ്ടില്ലേ, GSTയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമുക്കിവിടെ കിട്ടും. ഇത് നമുക്ക് നേരെ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ CA കൊടുക്കുക, അവർക്ക് ടാക്സ് സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഇനി കുറച്ച് ഫീച്ചേഴ്സ് കൂടിയുണ്ട് ഇതിനകത്ത്. ഗൊറില്ല ടെക്നോളജിക്കകത്ത്
നമ്മളിപ്പോൾ കണ്ടു ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ട് ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ അതിൻ്റെ സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ഇനി നമുക്ക് ബാർകോഡുകൾ പ്രിൻറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഈ ചുരിദാറിന് ബാർകോഡ് പ്രിൻറ്റ് ചെയ്യണം. നമുക്കൊരു 600 രൂപ വെച്ചാണ് സെയിൽ ചെയ്യുന്നത്. ഒരു ബാർകോഡ് ലെവൽ പ്രിൻറ്റ് ചെയ്തു 600. ഇത് സ്കാൻ ചെയ്യുമ്പോഴും ഈ 600 രൂപയ്ക്ക് തന്നെ ചുരിദാർ സെയിൽ ആയിക്കോളും. നമ്മളിപ്പോൾ ഇതേ സാധനം ഒരു 2500 രൂപയ്ക്ക് 2500 ചുരിദാർ കണ്ട 2500 രൂപയുടെ ബാർകോഡ് ഇവിടെ വന്നു കഴിഞ്ഞു. നമ്മളിത് സ്കാൻ ചെയ്ത് സെയിൽ ചെയ്യുമ്പോഴും 2500 രൂപ ആഡ് ടു കാർട്ടിലേക്ക് വീഴും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സ്കാൻ ചെയ്ത് ഡയറക്റ്റ്ലി സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിനി വേറൊരു ഓപ്ഷൻ ഉള്ളത്, നമുക്ക് ഈ ഗൊറില്ലയ്ക്കകത്ത് തന്നെ ഗൊറില്ലയ്ക്കകത്ത് തന്നെ ഡിഫോൾട്ടായിട്ട് നമുക്ക് ഡിസ്കൗണ്ടുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സെയിൽ നടക്കുന്ന സമയത്തൊക്കെ ഇവിടെ ഒരു 10 അല്ല 15 എത്ര ശതമാനം ഇട്ട് കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്റ്റിനും 15% വെച്ച് ഡിസ്കൗണ്ട് അപ്ലൈ ആകും. കണ്ടില്ലേ, ഇവിടെ ലാസ്റ്റ് ഡിസ്കൗണ്ട് റേറ്റ് ഫിക്സഡ് ഡിസ്കൗണ്ട് റേറ്റിൻ്റെ ഓപ്ഷൻ ഇട്ടു. അപ്പോൾ ഞാനതൊന്ന് ക്ലോസ് ചെയ്യുന്നു. സെയിൽസ് പാനലിൽ പോകുന്നു. നമ്മളിപ്പോൾ കണ്ടില്ലേ ചുരിദാർ ഒരു 1000 രൂപ ഇടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 15% ഡിസ്കൗണ്ട് പോകുന്നുണ്ടോ. നമ്മളിപ്പോൾ ഷർട്ട് ഒരു 450-60 രൂപ ഇട്ടു, ഓട്ടോമാറ്റിക്കായിട്ട് 15% ഡിസ്കൗണ്ട് വരും. കണ്ടോ, നമ്മൾ ബില്ല് പ്രിൻ്റ് എടുക്കാൻ നേരത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് കാണാൻ പറ്റുമോ. കണ്ടില്ലേ 15% ഡിസ്കൗണ്ട് രണ്ടിലും വന്നു കഴിഞ്ഞു. കണ്ടില്ലേ 15%. ഇനി ഒരു കാര്യം കൂടി കാണിക്കാനുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട്. ഗൊറില്ല ടെക്നോളജിക്കകത്ത് നമുക്കിപ്പോൾ ഞാൻ മുമ്പേ കാണിച്ചായിരുന്നല്ലോ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു 100 രൂപ ഇട്ടു, അതിൻ്റെ ബാർകോഡ് വരുമെന്ന് കണ്ടല്ലോ. ഇതിന് ഡിസൈൻ മാറ്റണമെങ്കിലും ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് സെറ്റ് ഡിഫോൾട്ടിൽ പോവുക. ഇവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഡിസൈനുകൾ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നമുക്കിപ്പോൾ വെർട്ടിക്കൽ ടാഗ് രൂപത്തിലാണ്, നമുക്കൊരു സ്റ്റിക്കർ രൂപത്തിലേക്ക് മാറ്റണമെന്ന് കണ്ടില്ല. ഇത് ഒരുപാട് സ്റ്റിക്കർ ടൈപ്പ് ഓഫ് ഇതുണ്ട് ഇവിടെ. ഇതിൽ അപ്ലൈ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇനി ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനകത്ത് നമ്മളൊരു പ്രൈസ് ഇടുവാണെങ്കിൽ ഒരു 600 രൂപ ഇട്ടു, എൻ്റർ അടിച്ചു. ആ സ്റ്റിക്കർ രൂപത്തിൽ നമുക്ക് ചെറിയ 2x1 ഇഞ്ചിൻ്റെ സ്റ്റൈലിലേക്ക് ബാർകോഡ് വേണമെങ്കിൽ അങ്ങനെ പ്രിൻറ്റ് ചെയ്ത് ഒട്ടിക്കാം. ഇത് സ്കാൻ ചെയ്യുമ്പോൾ ഈ 600 രൂപയുടെ എമൗണ്ട് ആയിരിക്കും ആഡ് ടു കാർട്ടിലേക്ക് വരുന്നതും. അത്രയ്ക്ക് നിസ്സാരം ഈസി ആയിട്ട് നമുക്ക് ഇത് മാനേജ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ ടാക്സിൻ്റെ പെർസെൻറ്റേജുകൾ, ഇപ്പോൾ നമുക്കിപ്പോൾ ചില പ്രൊഡക്റ്റുകൾക്ക് 18% എടുക്കണേ. ഇത് നമുക്ക് എങ്ങനെ മാറ്റാം. സെറ്റ് ഡിഫാൾട്ടിൽ പോയിട്ട് നമുക്ക് ഏത് ടാക്സ് ആണ് ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ അതിവിടെ ഇട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ GST കണ്ടില്ലേ, ഇവിടെ നമുക്ക് 5% മതിയിൽ 5, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ 12 ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാമെന്ന്. 12 വേണ്ട, നമുക്കൊരു 28 ഇടാം. സെറ്റ് ഡിഫോൾട്ട്. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ന്യൂ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഓട്ടോമാറ്റിക് ഇവിടെ ശ്രദ്ധിച്ചോണേ, ഓട്ടോമാറ്റിക്കായിട്ട് 20% ടാക്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. ഇറ്റ്സ് വെരി ഈസി. നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ 5% ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ഡിഫാൾട്ടിൽ പോകുന്നു. നമുക്കിപ്പോൾ GST 5% ആക്കണം. അത് സെറ്റ് ഡിഫാൾട്ട് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ന്യൂ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 5% വരും. ഇറ്റ്സ് ഈസി. അതുപോലെ തന്നെ നമുക്ക് ഡിഫാൾട്ടായിട്ട് നമ്മുടെ കാറ്റഗറിയും അതുപോലെ തന്നെ സെറ്റ് ഡിഫാൾട്ട് ചെയ്യാം. യൂണിറ്റ്, കാറ്റഗറി എല്ലാം വയ്ക്കാം. എല്ലാ യൂണിറ്റും ഓൾറെഡി ഇതിനകത്ത് തന്നെ ഉണ്ട്. കണ്ടില്ലേ, കംപ്ലീറ്റ് യൂണിറ്റ്സും ഇതിനകത്ത് തന്നെ ബൈ ഡിഫാൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ടെക്നോളജിയാണ് ഗൊറില്ല ടെക്നോളജി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും വിളിക്കുക. റെയിൻഡെക്സ് സോഫ്റ്റ്വെയർ ലിമിറ്റഡ്, റീറ്റെയിൽ ഡാഡി.